ശ്രീ ജയസൂര്യൻ, ഈ സമരത്തിന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് ജനങ്ങളെ രക്ഷിക്കുക, രാജ്യത്തെ രക്ഷിക്കുക എന്നതാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ള മുദ്രാവാക്യമല്ലേ? ഇതിനെല്ലാം കാരണം കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളല്ലേ? ഇവർ 2 മാസം മുൻപ് ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് സമരരംഗത്തേക്ക് ഇറങ്ങിയത്. പക്ഷേ പറയുന്നു ഒരു ചർച്ചയ്ക്ക് പോലും വഴി ഒരുങ്ങിയില്ല എന്ന്. ഈ പണിമുടക്കിലേക്ക് ഇത്രയധികം തൊഴിലാളികളെ, ഏതാണ്ട് 30 കോടിയോളം വരുന്ന തൊഴിലാളികളെ തള്ളിവിടാതെ അതിനു മുൻപ് തന്നെ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുക, ചർച്ചയ്ക്ക് വഴിയൊരുക്കുക ഒക്കെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ ചെയ്യേണ്ടതായിരുന്നില്ലേ? ഇവിടെ ഈ സമരം എന്നുള്ളത് കഴിഞ്ഞ നവംബർ മാസം പ്രഖ്യാപിച്ചു എന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ടും ശരിയല്ല. ഇതൊരു പ്രത്യേക അജണ്ടയാണ്. അതായത് ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് വിഷു, ഓണം എന്നൊക്കെയുള്ള ആഘോഷമുള്ളതുപോലെ, ക്രിസ്ത്യാനികൾക്ക് ക്രിസ്മസ്, ഈസ്റ്റർ ഉള്ളതുപോലെ, മുസ്ലിങ്ങൾക്ക് റംസാനും ബക്രീദും ഉള്ളതുപോലെ, ഇവിടുത്തെ ഇടതുപക്ഷ തൊഴിലാളി യൂണിയനുകൾക്കും അവരെ പിന്തുണയ്ക്കുന്ന മറ്റുള്ളവർക്കും ഒരു പ്രത്യേക പഞ്ചാംഗം വെച്ച് എല്ലാ വർഷവും ഫെബ്രുവരി മാർച്ച് മാസമാകുമ്പോൾ ഒരു 2 ദിവസത്തെ ദേശീയ പണിമുടക്കം ഉണ്ടാകും. ഇന്നലെ ആനത്തലവട്ട ആനന്ദന്റെ കൂടെ ആയിരുന്നു ഞാൻ ചർച്ച. അദ്ദേഹം പറഞ്ഞു 25 കോടി. ഇന്നിപ്പോ അത് 40 കോടി എന്നാണ് ശ്രീ രാഹുൽ പറയുന്നത്. 40 കോടി കർഷകര്, 40 കോടി തൊഴിലാളികള് പണിമുടക്കിയിട്ട് കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ മാത്രമേ അത് ബാധിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഈ 40 കോടി തൊഴിലാളി, 25 കോടി തൊഴിലാളി എന്നൊക്കെ പറയുന്നതിന്റെ കള്ളത്തരമാണ് മനസ്സിലാകുന്നത്. സത്യത്തിൽ ഇവരെന്താ ചെയ്യുന്നത്? ഇവർ ഈ പറഞ്ഞ മതങ്ങൾക്ക് ആഘോഷമുള്ളതുപോലെ തൊഴിലാളി യൂണിയന്റെ ഒരു വലിയ ആഘോഷമാണിത്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ BJP മറ്റുള്ളവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് ഇതിന്റെ ഗുണം. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് കേരളത്തിൽ നിന്ന് ഒഴുക്കായിരുന്നു. തമിഴ്നാട്ടിലും കർണാടകത്തിലും ഗോവയിലും ഒറ്റ ലോഡ്ജിലും മുറി കിട്ടാനില്ല. മുഴുവൻ ഫുള്ളായി കഴിഞ്ഞു. ഇവിടുന്ന് ആൾക്കാർ പോവുകയാണ്. കുളു, മണാലി അടക്കം ശ്രീനഗർ അടക്കമുള്ള ആൾക്കാർ അങ്ങോട്ടേക്ക് പാക്കേജ് ടൂറാണ് നടത്തിയത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും തമിഴ്നാട്, കർണാടകം അടക്കമുള്ള നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെയും ടൂറിസം തഴച്ചു വളരുന്ന തരത്തിലേക്കുള്ള ഒരു സൗകര്യം ഒപ്പിച്ചു കൊടുത്തു. അതാണ് ഇതിന്റെ ഒരു ഗുണം. രണ്ടാമത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ 2 ദിവസം കേരളം കൈക്കൂലിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അതായത് ഇവര് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയല്ല, അവർ പുറത്തിറങ്ങിയതുകൊണ്ട് 2 ദിവസം കൈക്കൂലി മേടിക്കാൻ പറ്റാതെ വന്നതുകൊണ്ട് നാട്ടുകാർക്ക് തീരെ ഗുണമില്ലാന്നല്ല, 2 ദിവസത്തെ കൈക്കൂലിയിൽ നിന്ന് മലയാളി രക്ഷപ്പെട്ടു. പിന്നെ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം കറങ്ങുന്ന കസേരയും ഫാനിന്റെ കീഴിൽ നിന്ന് തെരുവിലിറങ്ങി ഈ പറഞ്ഞ നേതാക്കന്മാരുടെ പുറകിലെ വെയിലും കൊണ്ട് കൈചുരുട്ടി മുദ്രാവാക്യം പിടിക്കാൻ 2 ദിവസം കിട്ടി. അപ്പോ ഈ പറഞ്ഞ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും വലിയ ശമ്പളം പറ്റുന്നവരും വിയർക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാൻ 2 ദിവസം ട്രേഡ് യൂണിയൻ അവസരം കൊടുത്തു. ശ്രീ ജയസൂര്യൻ, ഞാൻ ചോദിക്കട്ടെ, 2015 മോദി വരുന്നതിന് മുൻപ് നിങ്ങൾ ഈ സഖ്യത്തിനൊപ്പമായിരുന്നല്ലോ. അപ്പോൾ നിങ്ങളും ഇതാണോ, മണാലി, കുളു മണാലി റൂട്ടായിരുന്നോ നിങ്ങൾക്കും? അല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തൊഴിലാളി യൂണിയൻ തന്നെ ഇല്ലല്ലോ. BJPക്ക് തൊഴിലാളി യൂണിയൻ ഇല്ല. എന്തിനാണ് അങ്ങനെ സംസാരിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾക്ക് ഭാഗമായിരുന്നു 2015 വരെ. അല്ല, BMS അതിന്റെ ഭാഗമായി പോകുന്നതിന് ഞങ്ങൾക്കെന്താ? BJPയുടെ തൊഴിലാളി യൂണിയൻ അല്ലല്ലോ BMS. BJPക്ക് തൊഴിലാളി യൂണിയനും ഇല്ല. അപ്പൊ പിന്നെ ഞങ്ങളെ ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. അവിടെ ഞങ്ങളെ ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും. അതുപോലെ ഇവിടെ ഇപ്പൊ ആർക്കെതിരെ സമരം? ലുലു അടപ്പിക്കാത്ത എന്താ? ലുലു അടപ്പിക്കാൻ തന്റെ ഇടമില്ലല്ലോ. അപ്പോ ലുലു അടപ്പിക്കാൻ പറ്റിയല്ല. പാർട്ടി കോൺഗ്രസിന് വേണ്ടി കണ്ണൂരില് വലിയ ആഘോഷങ്ങൾ നടക്കുന്നു. ആരാ അവിടെ പന്തൽ പണിയുന്നത്? അവിടെ എന്താ സമരം ഇല്ലാത്തത്? അതെന്തിനാണ് കുത്തക മുതലാളിക്ക് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്? തൊഴിലാളിയുടെ സംഘടനയാണെങ്കിൽ CPMന്റെ തൊഴിലാളികൾ പോയിട്ട് അവിടുത്തെ ആ പന്തൽ പണിയുന്നിടത്ത് സമരം നടത്തണ്ടേ? അവിടെ ഇന്ന് സമരമില്ലല്ലോ, അവിടെ ഇന്ന് പണി നടന്നല്ലോ. അപ്പൊ ലുലുവിന് സമരമില്ല, പാർട്ടി കോൺഗ്രസിന് സമരമില്ല. ഇവിടെ സാധാരണ പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളി ജീവിക്കാൻ സമ്മതിക്കില്ല, ചെറുകിട കച്ചവടക്കാരനെ ജീവിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ സാധാരണക്കാരനെ പട്ടിണിക്കിടുന്ന ഈ സമര പരിപാടി, ഈ പറയുന്ന സമരത്തിന് മുന്നിട്ടിറങ്ങി നിൽക്കുന്ന CITUവിന്റെ AITUസിന്റെ INTUസിന്റെ ഒക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു പൈസ മുടക്കില്ല. അവർക്ക് ശമ്പളം കിട്ടും. അപ്പൊ അവരുടെ ശമ്പളത്തിൽ ഇപ്പൊ കോടതി കയറി പിടിച്ചിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ ശമ്പളം മേടിച്ചുകൊണ്ട് മനുഷ്യനെ പറ്റിക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, ഇത് കേരളത്തിൽ മുന്നോട്ട് പോകട്ടെ. ജനം തിരിയും. 1-2 സമരവും കൂടി നടത്തി കഴിയുമ്പോൾ ഈ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ, ലേബർ കോഡ്, എസൻഷ്യൽ ഡിഫൻസ് സർവീസ് നിയമം തുടങ്ങിയ കുറെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ടല്ലോ. തൊഴിലില്ലായ്മ, ഈ വിഷയങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ അഡ്രസ് ചെയ്താൽ പക്ഷേ ഇവർക്ക് ഈ സമരരംഗത്തേക്ക് പോകേണ്ടി വരില്ലല്ലോ എന്നൊരു വിഷയമുണ്ടല്ലോ. ഞാൻ താങ്കളേക്ക് തിരിച്ചു